ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്വിഫ്റ്റ് ടൈപ്പ് 3ൻ്റെ ഒരു ഫുൾ കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹെഡ്ലൈറ്റ്സ് ആണല്ലോ വണ്ടിയുടെ ഒരു ഫേസ് കട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഹെഡ്ലൈറ്റ്സിനെ ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് DR ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബെസ്റ്റ് ക്വാളിറ്റി നിയോൺ സ്ട്രിപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹെഡ്ലൈറ്റിൽ അത് ഇന്ന് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഹുഡൊന്ന് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ഹുഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബമ്പറിൻ്റെ ബോൾട്സും ക്ലിപ്സാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. 10mm ബോൾട്സ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഒരു ക്ലിപ്പ് റിമൂവർ ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ഈ ഫ്ലാപ്പിൻ്റെ അവിടെ 2 സ്ക്രൂസും കൂടി ഉണ്ട്. അതൊരു സ്റ്റാറാണ് വരിക. അതും കൂടി അയച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബമ്പർ കയ്യിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ്സിൻ്റെ ബോൾട്സ് സെയിം തന്നെ 10mm തന്നെ അയച്ചെടുത്താൽ മതി. ഇതാണ് ക്ലിപ്പ് റിമൂവർ എന്ന് പറഞ്ഞ ടൂള്. ഈ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്സൊക്കെ ഡാമേജ് ഇല്ലാണ്ട് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് വെച്ചിട്ട് കണക്ഷൻസൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അയച്ചെടുക്കുക. അല്ലെങ്കിൽ വയേഴ്സിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്റ്റോക്ക് ലുക്ക് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ലുക്കിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്യാം. എല്ലാ സൈഡിലും നല്ല പോലെ ഹീറ്റ് ചെയ്യുക. ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ ബാക്കിൽ 4 സ്ക്രൂ വരുന്നുണ്ട്. അത് അയച്ചില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ അയച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്പ്രേ പെയിൻറ് ചെയ്യാം. വീടിൻ്റെ അടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിച്ചാൽ നമുക്ക് ഈ ടൈപ്പ് സ്പ്രേ പെയിൻറ് കിട്ടും. ഒരു 150 to 180 ആണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലൈറ്റ് കോട്ട് കൊടുക്കുക. ലൈറ്റ് കോട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊരു കോട്ടിങ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് പീലായി വരുന്ന ഒരു ഇഷ്യൂ വരാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. സെക്കൻഡ് കോട്ടിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ഡ്രൈ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഇനി നമുക്ക് DRLൻ്റെ കേസ് പറയുമ്പോൾ അതിൻ്റെ താഴെ 3Mൻ്റെ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വയേഴ്സ് ഒന്നും കാണാത്ത പോലെ എടുക്കുക. 3Mൻ്റെ ടൈപ്പ് യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലൂവും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഭാവിയിൽ വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. ഹെഡ്ലൈറ്റ് ഗ്ലാസ് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫോർ സേഫ്റ്റി നമ്മളൊരു സിലിക്കൺ സീലിങ്ങും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡ്ലൈറ്റ്സ് ഒക്കെ തിരിച്ചു പിടിപ്പിച്ചതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വർക്ക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ് എന്തായാലും തീർന്നിട്ടില്ല. ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ സ്പ്ലിറ്റേഴ്സ് വരുന്നുണ്ട്, സ്കേർട്സ് വരുന്നുണ്ട്, സൈഡ് സ്കേർട്സ് വരുന്നുണ്ട്, വീൽസ് വരുന്നുണ്ട്, സ്പോയിലേഴ്സ്, ബാക്കിൽ ഡിഫ്യൂസർ, ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പാർട്സ് ആണ് ഇത്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.